നമുക്ക് മൂന്നാമത്തെ പ്രോബ്ലം നോക്കാം. ഞാൻ ആദ്യം പ്രോബ്ലം വായിക്കാം. എ ബ്ലോക്ക് വെയ്റ്റ്സ് 15 Newton ഈസ് റെസ്റ്റിംഗ് ഓൺ എ റഫ് ഹൊറിസോണ്ടൽ സർഫസ്. ദി കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ബ്ലോക്ക് ആൻഡ് സർഫസ് ഈസ് 0.6. ഫൈൻഡ് ദ ലീസ്റ്റ് ഫോഴ്സ് വിച്ച് ആക്ട് ഓൺ ദ ബ്ലോക്ക് at an angle of 60 degree with horizontal will cause the block to slide. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത്, ഒരു റഫ് ഹൊറിസോണ്ടൽ സർഫസിൽ 50 Newton വെയിറ്റിൽ ഒരു ബ്ലോക്ക് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിൽ ആ ബ്ലോക്കും കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ഹൊറിസോണ്ടൽ സർഫസും തമ്മിലുള്ള കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് 0.6 ആണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ ബോഡി സ്ലൈഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലീസ്റ്റ് ഫോഴ്സാണ് നമുക്ക് കാണേണ്ടത്. ആ ഫോഴ്സ് കൊടുക്കുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് 60 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ സർഫസാണ്. 60 ഡിഗ്രി ഹൊറിസോണ്ടൽ സർഫസിൽ ഒരു എത്രത്തോളം ലീസ്റ്റ് ഫോഴ്സ് മതി നമുക്ക് ആ ബോഡി സ്ലൈഡ് ചെയ്യാൻ എന്നുള്ളതാണ്. അതിന് കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത് ആ ബോഡിയുടെ വെയിറ്റും തന്നിട്ടുണ്ട്, അതുപോലെ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനും തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആൻസറിലോട്ട് വരാം. ആദ്യം തന്നെ ഗിവൺ ഡാറ്റ എടുത്തെഴുതാം. ഗിവൺ വാല്യൂസ് നമുക്കറിയാം. ഗിവൺ വാല്യൂസ് എന്തൊക്കെയാണ്? ബോഡിയുടെ വെയിറ്റ് ഓഫ് ദ ബ്ലോക്ക് W ഇസ് ഈക്വൽ ടു 50 Newton എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ ദി കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ബ്ലോക്ക് ആൻഡ് സർഫസ് ഈസ് 0.6. ദാറ്റ് മീൻസ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ mu ഈസ് ഈക്വൽ ടു 0.6. അതുപോലെ ഇൻക്ലിനേഷൻ ഓഫ് ഫോഴ്സ് വിത്ത് ഹൊറിസോണ്ടൽ, നമ്മൾ എത്ര ഡിഗ്രിയിലാണ് ഫോഴ്സ് കൊടുക്കുന്നത്? 60 ഡിഗ്രിയിലാണ്. അങ്ങനെയാണെങ്കിൽ തീറ്റയുടെ വാല്യൂ ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഓക്കെ, ഇത്രയും വാല്യൂസാണ് തന്നിട്ടുള്ളത്. നമുക്ക് കാണേണ്ട വാല്യൂ എന്താണ്? ഫൈൻഡ് ദ ലീസ്റ്റ് ഫോഴ്സ് ആണ്. അപ്പോൾ ലീസ്റ്റ് ഫോഴ്സ് ആണ് കാണേണ്ടത്. ദാറ്റ് മീൻസ് ടു ഫൈൻഡ് പി ആണ് നമുക്ക് കാണേണ്ടത്. പിയുടെ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, നമുക്ക് സൊല്യൂഷനിലോട്ട് വരാം. നമുക്ക് സൊല്യൂഷൻ നമുക്ക് ആദ്യം തന്നെ പി ലീസ്റ്റ് ഫോഴ്സ് ആയിട്ടുള്ള ബാക്കിയുള്ള എല്ലാ ഫോഴ്സും അടങ്ങിയിട്ടുള്ള ഫോഴ്സ് ഡയഗ്രാം നമുക്ക് വരക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ഹൊറിസോണ്ടൽ സർഫസ് കൺസിഡർ ചെയ്തു. റഫ് ഹൊറിസോണ്ടൽ സർഫസ് കൺസിഡർ ചെയ്തു. ഇത് റഫ് ഹൊറിസോണ്ടൽ സർഫസ്. അതിൽ ഞാൻ എന്ത് ചെയ്തു? ഒരു ബ്ലോക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാവുന്ന ഫോഴ്സസുകളൊക്കെ നമുക്ക് അതിൽ കൊടുക്കാം. നേരെ താഴോട്ട് W എന്നുള്ള ഫോഴ്സ് നേരെ താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. W is equal to വാല്യൂ നമുക്കറിയാം 50 Newton ആണ്. Wയുടെ വാല്യൂ 50 Newton ആണ്. പിന്നെ നമുക്ക് അടുത്ത ഫോഴ്സ് എങ്ങനെയാണ്? നേരെ നോർമൽ റിയാക്ഷൻ R മുകളിലോട്ടുണ്ട്. നേരെ മുകളിലോട്ടുണ്ട്. നമുക്കറിയാം പി ഫോഴ്സ് 60 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ ആണ്. 60 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ പി എന്നുള്ള വാല്യൂ. ആ പിയുടെ വാല്യൂ നമ്മൾ മുമ്പത്തെ പ്രോബ്ലംസിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. പിനെ നമുക്ക് ഹൊറിസോണ്ടൽ സർഫസിന് പാരലായിട്ട് വെർട്ടിക്കലായിട്ട് റിസോൾവ് ചെയ്യാം. പി കോസ് തീറ്റ ആയിട്ടും പി സൈൻ തീറ്റ ആയിട്ട് റിസോൾവ് ചെയ്യാം. അപ്പോൾ ഇതിനെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആയിട്ടും വെർട്ടിക്കലായിട്ട് റിസോൾവ് ചെയ്തു. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഈ ഒരു ആംഗിളാണ് 60 ഡിഗ്രി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫോഴ്സ് പി കോസ് 60 ആയിട്ടും ഇത് പി സൈൻ 60 ആയിട്ട് നമുക്ക് എഴുതാം. ഇതിൻ്റെ ഡയറക്ഷൻ അപ്വേർഡാണ്, ഇതിൻ്റെ ഡയറക്ഷൻ റൈറ്റ് സൈഡിലാണ്. നമുക്ക് പി കാരണം ബോഡി റൈറ്റ് സൈഡിലോട്ടാണ് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നത്. നമുക്ക് ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ കാണിക്കാം. ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലും കാണിച്ചു. അപ്പോൾ ഇത്രയും വാല്യൂസാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇത്രയും ഫോഴ്സസാണ് അതിലുള്ളത്. നമുക്ക് കാണേണ്ടതെന്ന് പറഞ്ഞാൽ ഈ 60 ഡിഗ്രിയിൽ നമ്മൾ പി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ ബോഡി ഈ റഫ് ഹൊറിസോണ്ടൽ സർഫസ് ജസ്റ്റ് സ്ലൈഡ് ചെയ്യാനുള്ള ലോഡാണ് കാണിക്കുന്നത്. ആ ലോഡ് എത്രയെന്നാണ്. അപ്പോൾ പിയുടെ ലോഡാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷനിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇക്വിലിബ്രിയം കണ്ടീഷനിൽ പിയുടെ വാല്യൂ കണ്ടാൽ നമുക്ക് ആ ബോഡി ജസ്റ്റ് മൂവ് ചെയ്യാനുള്ള ഏറ്റവും ലീസ്റ്റ് ഫോഴ്സ് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ്, സാധാരണ ഇങ്ങനെ ഫോഴ്സ് ഡയഗ്രാം വരച്ച് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? നമ്മൾ റിസോൾവിങ് അലോങ് ദ പ്ലെയിനും നോർമൽ ടു ദ പ്ലെയിനും. അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് തന്നെ പോവുകയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് റിസോൾവിങ് ദി ഫോഴ്സസ് ഹൊറിസോണ്ടലി. ഫസ്റ്റ് വൺ റിസോൾവിങ് ഫോഴ്സസ്
horizontally. Resolving the forces horizontally. ഇവിടെ ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഏതൊക്കെയാണുള്ളത്? ഹൊറിസോണ്ടൽ ഫോഴ്സ് ഏതൊക്കെയാണുള്ളത്? ഹൊറിസോണ്ടൽ ഫോഴ്സ് നമുക്കറിയാം, ലെഫ്റ്റ് സൈഡിലോട്ട് നമ്മുടെ സർഫസിന് പാരലായിട്ടുള്ള ഹൊറിസോണ്ടൽ ഫോഴ്സ് ലെഫ്റ്റ് സൈഡിലോട്ട് എഫ് ഉണ്ട്. അതുപോലെ റൈറ്റ് സൈഡിലോട്ട് പി കോസ് 60 ഉണ്ട്. ഈ രണ്ട് ഫോഴ്സസ് ആണുള്ളത്. അപ്പോൾ നമുക്കത് രണ്ടും ഇക്വേറ്റ് ചെയ്യാം. രണ്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വരും? റൈറ്റ് സൈഡിലോട്ട് പി കോസ് 60 ആണ്. അപ്പോൾ പി കോസ് 60 ഈക്വൽ ടു എഫ് എന്ന് എഴുതാം. പി കോസ് 60 ഈക്വൽ ടു എഫ്. ഓക്കെ, നമുക്കറിയാം കോസ് 60 എന്ന് പറയുന്നത് 0.5 ആണ്. 0.5 പി ഈസ് ഈക്വൽ ടു എഫിന് പകരം നമുക്ക് എന്തെഴുതാം? എഫിന് പകരം മ്യൂ ഇൻറ്റു ആർ എന്നെഴുതാം. മ്യൂ ഇൻറ്റു ആർ എന്നെഴുതാം. എഫ് ഈക്വൽ ടു മ്യൂ ആർ ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ എന്ന് പറയുന്നത് 0.6 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം 0.5 പി ഈക്വൽ ടു 0.6 ആർ എന്നുള്ളൊരു ഇക്വേഷൻ കിട്ടി. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്തപ്പോൾ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി 0.5 പി ഈക്വൽ ടു 0.6 ആർ എന്നുള്ള. ഇവിടെ ആർ എന്ന് പറഞ്ഞാൽ നോർമൽ റിയാക്ഷനാണ്. പി എന്നുള്ളത് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ലോഡാണ്. അതാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നമുക്ക് എന്താണ്? രണ്ടാമത്തതിൽ റിസോൾവിങ് ദി ഫോഴ്സസ് വെർട്ടിക്കലി. റിസോൾവിങ് ദി ഫോഴ്സസ് വെർട്ടിക്കലി നമ്മൾ ഫോഴ്സ് റിസോൾവ് ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ വെർട്ടിക്കൽ ഫോഴ്സ് ഏതൊക്കെയാണ്? നമ്മൾ ആദ്യം അത് നോട്ട് ചെയ്യണം. വെർട്ടിക്കൽ ഫോഴ്സസ് ഏതൊക്കെയാണ്? ഈ ഹൊറിസോണ്ടൽ സർഫസിൻ്റെ വെർട്ടിക്കലായിട്ടുള്ള ഫോഴ്സ് ഡബ്ല്യു എന്നുള്ള ഫോഴ്സ് നേരെ താഴോട്ടുണ്ട്. അതുപോലെ തന്നെ നോർമൽ റിയാക്ഷൻ 6 നേരെ മുകളിലോട്ടുണ്ട്. അതുപോലെ തന്നെ പി സൈൻ 60 എന്നുള്ളൊരു ഇക്വേഷൻ, പി സൈൻ 60 എന്നുള്ളൊരു ഫോഴ്സും നേരെ മുകളിലോട്ടുണ്ട്. ഈ 3 ഫോഴ്സാണ് എന്തായിട്ടുള്ളത്? വെർട്ടിക്കലായിട്ട് നമുക്ക് കാണാവുന്ന ഇക്വേഷൻ, കാണാവുന്ന ഫോഴ്സ്. അപ്പോൾ നമുക്കിത് എന്താണ്? നേരെ താഴോട്ട് ഡബ്ല്യു ഈക്വൽ ടു ആർ പ്ലസ് പി സൈൻ 60 എന്നെഴുതാം. ഓക്കെ, അല്ലെങ്കിൽ ആർ പ്ലസ് പി സൈൻ 60 ഈസ് ഈക്വൽ ടു ഡബ്ല്യു എന്നെഴുതാം. അങ്ങനെ ഇക്വേഷൻ നമുക്ക് മാറ്റി എഴുതാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇക്വേഷൻ എന്താണ് വരിക? ആർ പ്ലസ് പി സൈൻ 60 ഈ രണ്ട് ഫോഴ്സ് മുകളിലോട്ടാണ് ഈക്വൽ ടു നേരെ താഴോട്ട് വെർട്ടിക്കലായിട്ടുള്ള ഫോഴ്സ് ഡബ്ല്യു. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്ന് ആറിൻ്റെ വാല്യൂ കണ്ടെത്താം. ആർ ഈസ് ഈക്വൽ ടു ഡബ്ല്യു മൈനസ് പി സൈൻ 60. ഓക്കെ, ഇനി നമുക്ക് അറിയാവുന്ന വാല്യൂസൊക്കെ കൊടുക്കാം. ആറിൻ്റെ വാല്യൂസിന് ഇവിടെ അറിയാവുന്ന വാല്യൂസ് എന്തൊക്കെയാണ്? ഡബ്ല്യൂയുടെ വാല്യൂ നമുക്കറിയാം 50 ആണെന്നറിയാം. മൈനസ് പി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട വാല്യൂ ആണ്, അതറിയില്ല. പി സൈൻ 60 എന്ന് പറയുന്നത് 0.866 ആണ്. 0.86 ആണ്. ഓക്കെ, അപ്പം ആർ ഈക്വൽ ടു 50 മൈനസ് 0.866 പി. ഇത് ഇക്വേഷൻ നമ്പർ 2 കൊടുക്കും. ഓക്കെ, ഇനി ആറിൻ്റെ വാല്യൂ, അതായത് ഇക്വേഷൻ നമ്പർ 2 1ൽ നമ്മൾ അപ്ലൈ ചെയ്യാം. ഈ ആറിൻ്റെ വാല്യൂവിന് പകരം നമുക്ക് ഇക്വേഷൻ നമ്പർ 2ൽ കിട്ടിയ വാല്യൂ കൊടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ 2 നമുക്ക് 1ൽ കൊടുത്താൽ ഇക്വേഷൻ 1 എന്തായിരുന്നു? 0.5 പി ഈക്വൽ ടു എന്തായിരുന്നു? 0.6 ഇൻറ്റു ആർ എന്നായിരുന്നു. അപ്പോൾ 0.6 ഇൻറ്റു ആറിന് പകരം ഇക്വേഷൻ 2ൽ വാല്യൂ കൊടുക്കുക. നോർമൽ റിയാക്ഷന് പകരം ഈ ആറിൽ ഈ ഇക്വേഷൻ 2ലെ വാല്യൂ കൊടുത്താൽ അവിടെ എന്താണ്? 50 മൈനസ് 0.866 പി എന്നുള്ളത് കിട്ടും. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫോഴ്സ് പി, ലോഡിൻ്റെ വാല്യൂ കിട്ടും. കാരണം ഇതിലാകെ ഒരു അൺനോൺ ആണ്. നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. ഈക്വൽ ടു, ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ 0.6 ഇൻറ്റു 50 30 മൈനസ് 0.6 ഇൻറ്റു 0.86 പി. എത്രയാണ് കിട്ടുക? 0.6 ഇൻറ്റു 0.86 പി മീൻസ് 0.6 ഇൻറ്റു 0.86 0.151
പി അങ്ങനെ കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, പിയുടെ വാല്യൂ ഒക്കെ ഒരുമിച്ച് എഴുതാം. അപ്പോൾ ഇങ്ങനെ വരിക 0.5p പ്ലസ് 0.5196 ഈക്വൽ ടു 30 എന്ന് വരും. ഇൻറ്റു പി എന്നുണ്ട്, ഇൻറ്റു പി ഈക്വൽ ടു 30 വരും. പിയുടെ വാല്യൂ പിനെ നമുക്ക് പുറത്തെടുക്കാം. പി ഇൻറ്റു 0.5 പ്ലസ് 0.5196 ഈക്വൽ ടു 30. ഓക്കെ, ഇനി 0.5 പ്ലസ് 0.5196ൻ്റെ വാല്യൂ നമുക്ക് എത്രയാണ്, പി ഇൻറ്റു 1.0196 ഈക്വൽ ടു 30. ദെൻ പി ഈക്വൽ ടു 30 ഡിവൈഡഡ് ബൈ 0.196 ഇങ്ങനെ കിട്ടും. അങ്ങനെയാണെങ്കിൽ പി ഈസ് ഈക്വൽ ടു 29.42 ന്യൂട്ടൺ എന്ന് വരും. ഓക്കെ, ഇതാണ് നമ്മളുടെ ഗിവൺ ആൻസർ തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ലീസ്റ്റ് ഫോഴ്സ് പി ഈസ് ഈക്വൽ ടു 29.42 എന്ന് കിട്ടും. ഓക്കെ, താങ്ക് യു.